ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി കേട്ടോ. അപ്പോൾ നമ്മുടെ SSC മലയാളി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ള ഒരു സംഭവമാണ്, സാറേ ഇവിടെ മിഷൻ ബാച്ച് ഉണ്ടോ എന്ന് ചോദിക്കും. നമുക്കന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷവും 2 മാസത്തോളമായി നമുക്കിതുവരെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാം കൂടെ അങ്ങ് തുടങ്ങി, എല്ലാം കൂടെ സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് കുട്ടികൾക്കൊരു ഉപകാരമില്ലാത്ത രീതിയിലാക്കണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ റെഗുലർ ബാച്ച് മാത്രം കഴിഞ്ഞൊരു വർഷം സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ നമ്മൾ എക്സാം അടുത്ത് നമ്മൾ ലാസ്റ്റത്തെ ഒരു 1-2 മന്ത്സിലേക്ക് നമ്മൾ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ പിന്നെ നമ്മൾ മെറ്റീരിയൽസോ കാര്യങ്ങൾ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ നമ്മുടെ മെൻറ്റർഷിപ്പ്, പിന്നെ കുട്ടികൾക്ക് ഒരുമിച്ചിരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, കാര്യങ്ങൾ, അവർക്ക് ഇത് പഠിക്കാനുള്ള ലാബ്, ലൈബ്രറി ഫെസിലിറ്റി കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. കാരണം നമ്മളെല്ലാം കൂടി എടുത്തിട്ട് കാര്യമില്ല. കാരണം നമുക്കിത് കുട്ടികളെ ഇത് തുടങ്ങുകയാണെങ്കിൽ കൃത്യമായി അവർ കൊടുക്കാനുള്ള ഫാക്കൽറ്റീസ് നമ്മുടെ കയ്യിൽ വേണം, മെറ്റീരിയൽസ് വേണം. ഇതെല്ലാം കൂടെ നമ്മൾ തുടക്കത്തിലേ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 2024 CGL ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മിഷൻ ബാച്ച് നമ്മൾ തുടങ്ങാൻ, പേര് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. മിഷൻ ബാച്ച് അത്രേ നമ്മൾ പറയുന്നുള്ളൂ. മിഷൻ ബാച്ച് ഞാൻ ഉദ്ദേശിച്ചത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ബാച്ച് അല്ല കേട്ടോ. അപ്പോൾ ആ മിഷൻ ബാച്ചിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേര് പല സ്ഥലങ്ങളിലും വേറെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും കോച്ചിങ് എടുത്തിട്ട് വൺസ് ഒരു റെഗുലർ ബാച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വീണ്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്. പക്ഷേ വീണ്ടും ഒരു റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ അവർക്ക് ആർക്കും താല്പര്യമുള്ള, കാരണം ഓൾറെഡി ചെയ്ത ആളുകളാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഈ മിഷൻ ബാച്ച്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഫുള്ള് കാണുക, കാരണം സ്കോളർഷിപ്പ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. കഴിവുള്ള കുട്ടികളെ നമ്മൾ ഇതിൽ അവസരം കൊടുക്കുന്നില്ല. എല്ലാം നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് കംപ്ലീറ്റ് ഒരു ബിസിനസ് മോഡലാക്കാതെ കഴിവുള്ള കുട്ടികൾക്ക് അവരുടെ സ്കോളർഷിപ്പും കാര്യങ്ങൾ കൊടുക്കാനുള്ള ആ സ്കോളർഷിപ്പ് ടെസ്റ്റും നമ്മളിതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടെല്ലാം കേൾക്കുക കേട്ടോ. ഓക്കെ. പിന്നെ ആദ്യം പറയാനുള്ളത് നമ്മുടെ ഓൺലൈൻ ലൈവ് ബാച്ച്, SSC മലയാളി 2025 CGL ഫോക്കസ് ചെയ്തിട്ട് ഓൺലൈൻ ലൈവ് ബാച്ച് ലാസ്റ്റ് 2 ദിവസം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലാരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. ഒരു 3 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ആ 3 ദിവസത്തെ ക്ലാസ് അതിൻ്റെ റെക്കോർഡിങ്സ് എല്ലാം നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകാം. കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് വെറും 3499 രൂപയുള്ളൂ. നിങ്ങൾക്ക് 1 ഇയർ വാലിഡിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ വേറെ എന്നുള്ളത് നമ്മുടെ RRB ഗ്രൂപ്പ് ഡി അല്ലേ, RRB ഗ്രൂപ്പ് ഡിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്ന തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച്, RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാണ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നിഷാദ് സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഗ്രൂപ്പ് ഡി ബാച്ച് ജോയിൻ ചെയ്യണമെന്നുള്ള ആളുകൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി ജോയിൻ ചെയ്യാം. വെറും 499 രൂപയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീ വരുന്നത്. കംപ്ലീറ്റ് സിലബസും കാര്യങ്ങളെല്ലാം കവർ ചെയ്യും, ക്ലാസ്സുകളെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ NTPC ക്ലാസ്സിൽ കൊടുക്കുന്ന പോലെ ആ ക്ലാസ്സിൻ്റെ വീഡിയോ വേറെ എവിടെയും അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. NTPC നമ്മൾ ഫസ്റ്റ് ആനിവേഴ്സറി പ്രകാരം നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു ബാച്ചാണ്. അതുകൊണ്ട് തന്നെ 99 രൂപ ഫീസ് ഉണ്ടായിരുന്നുള്ളൂ. ആ വീഡിയോസ് നമ്മൾ ഫ്രീ ആയിട്ട് യൂട്യൂബ് വഴി നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗ്രൂപ്പ് ഡിൻ്റെ ഒരു ക്ലാസ് അങ്ങനെ യൂട്യൂബ് വഴി ഫ്രീ ആയിട്ട് ഉണ്ടാവില്ല. അത് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആൾക്ക് മാത്രമേ അതിൻ്റെ ക്ലാസ്സിലേക്കുള്ള ആക്സസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ വഴി ജോയിൻ ചെയ്യാം. കയറിയിട്ട് ജോയിൻ ചെയ്യാൻ 499 രൂപയാണ് ഫീസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓൺലൈൻ കോഴ്സുകൾ. പിന്നെ നമ്മുടെ NTPC കോഴ്സൊക്കെ ഉണ്ട് വേണ്ടവർക്ക് നമ്മുടെ പിന്നെ സെപ്പറേറ്റ് ടോപ്പിക്കും കാര്യങ്ങളെല്ലാം അതിന് എല്ലാ റെക്കോർഡ് ക്ലാസ്സെല്ലാം അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ ആദ്യം പറയാനുള്ളത് നമ്മുടെ മിഷൻ ബാച്ചിനെ പറ്റി പറയാം. മിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 1 മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസമാണ് നമ്മൾ മിഷൻ ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കലണ്ടർ പ്രകാരം ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് നമ്മുടെ പരീക്ഷ വരുന്നത്. അപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസത്തെ മിഷൻ ബാച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കംപ്ലീറ്റ് ക്ലാസ്സുകളിൽ നിന്ന് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, കുട്ടികളോട് ദയവേത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിഗിനറാണ് ഈ വരുന്ന CGL ഒന്ന് പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യരുത്. നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ. റെഗുലർ ബാച്ച് നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരിക്കലും ബിഗിനറാണ് നിങ്ങൾ മിഷൻ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ കുടുങ്ങിപ്പോകും കേട്ടോ. കാരണം നമ്മൾ ഒരിക്കലും ഇതിൽ സിലബസ് കവർ, അല്ലെങ്കിൽ എന്താ പറയുക, ബേസിക്സ് തൊട്ടേ സിലബസ് കവർ ചെയ്യുന്ന ഒരു ഇതല്ല. നമ്മൾ ഓൾറെഡി ഒരു കോച്ചിങ് എടുത്ത ഒരാളുകൾക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് 130, 120 ആ ഒരു റേഞ്ചിലേക്ക് എത്തി Tier 1 പാസ്സാകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ Tier 1 പാസ്സായി ഇനി ഇപ്രാവശ്യം Tier 2 പാസ്സായി, Tier 2 അത്യാവശ്യം പ്രതീക്ഷ മാർക്ക് കിട്ടിയില്ല, ഒന്നും കൂടെ നന്നായിട്ടൊന്ന് പഠിക്കണം, അങ്ങനത്തെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിഷൻ ബാച്ച്. അപ്പോൾ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജോയിൻ ചെയ്യുന്ന ആളുകൾ ബിഗിനേഴ്സ് ഒരു കാരണവശാലും ബിഗിനേഴ്സ് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യരുത് കേട്ടോ. ബിഗിനേഴ്സിനുള്ളത് പല വേറെ പ്രോഗ്രാമും നമ്മൾ വേറെയും ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ബേസിക്സ് ക്ലാസ്സുകളും ലെവൽ 2 ക്ലാസ്സുകളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, മിഷൻ ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴുള്ള റെഗുലർ ബാച്ചിലേക്ക് ലെവൽ 2, അതായത് അഡ്വാൻസ് ക്ലാസ് എത്തുമ്പോൾ അതിലേക്ക് നിങ്ങളെ ഇരുത്തുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ബാച്ചാണ്, സെപ്പറേറ്റ് മിഷൻ ബാച്ചിലുള്ള കുട്ടികൾ മാത്രം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഓൾറെഡി സിലബസൊക്കെ കവർ ചെയ്ത് അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളായിരിക്കും നിങ്ങളുടെ ബാച്ചിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ. അപ്പോൾ നമ്മൾ ക്രാഷ് കോഴ്സ് കണ്ടക്ട് ചെയ്തിരുന്നു. ആ ക്രാഷ് കോഴ്സിൽ നിന്ന് ഒരുപാട് പേര് നമ്മുടെ പ്രിലിംസ് ക്വാളിഫൈ ആയിട്ടുണ്ട്. അവരൊക്കെ ഒരു ആവറേജ് ലെവലിൽ ആളുകൾ, പക്ഷേ അവർ ഒരുമിച്ചിരുന്ന് ഒരു 10, 20, 40 ദിവസത്തോളം ഒരുമിച്ചിരുന്ന് പല ക്വസ്റ്റനും ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് പല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് അവരെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു ബാച്ച് കേട്ടോ. അവിടെ നമ്മൾ ക്രാഷ് കോഴ്സിൽ നമ്മൾ
ക്ലാസ്സുകളല്ല കൊടുത്തത്, അവർക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കൊടുത്തത്. ഇവിടെ നമ്മളങ്ങനെയല്ല, കൃത്യമായ ക്ലാസ്സുകൾ ഉണ്ടാവും, തൊട്ടടുത്ത ദിവസം അതിൻ്റെ ടെസ്റ്റുകൾ ഉണ്ടാവും, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും, നമ്മുടെ കൃത്യമായ മെൻറ്റർഷിപ്പോ കാര്യങ്ങളോ എല്ലാം ഉണ്ടാവും, ക്വിസുകളൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ, മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രാഷ് കോഴ്സിനേക്കാൾ ഒന്നും കൂടി നല്ല രീതിയിലാണ് മിഷൻ ബാച്ച് ഇപ്രാവശ്യം കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് 1-നാണ്. ഇപ്പോൾ ഇന്ന് ഫെബ്രുവരി 4-ആണ്. നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. ക്ലാസ് മാർച്ച് 1-നാണ്. പക്ഷേ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് വേണ്ടിയിട്ട് ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തു കേട്ടോ. നമ്മൾ എല്ലാ ബാച്ചും തുടങ്ങുന്ന സമയത്ത് കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സ്കോളർഷിപ്പ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി 16 സൺഡേ ആണ്. ഫെബ്രുവരി 16 ആ സൺഡേ രാവിലെ 10 മണിക്ക് നമ്മുടെ SSC മലയാളി കാലിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈനായിട്ടൊന്നും ടെസ്റ്റുകളില്ല കേട്ടോ, ഓൺലൈനായിട്ടൊന്നുമില്ല, ഫുൾ ഓഫ്ലൈനാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് എല്ലാവരും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ആ ടെസ്റ്റിൻ്റെ മാർക്കിൻ്റെ ബേസിലായിരിക്കും നമ്മൾ സ്കോളർഷിപ്പ് ടെസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതാ, ആദ്യത്തെ 3 റാങ്കിലെത്തുന്ന ആളുകൾ, റാങ്ക് 1, 2, 3 ആളുകൾക്ക് 100% സ്കോളർഷിപ്പ് ആയിരിക്കും. ഒരു ഫീസോ കാര്യങ്ങളോ ഒന്നും ഇതിലുണ്ടാവില്ല. 4, 5, 6 ആളുകൾക്ക് 50% സ്കോളർഷിപ്പ് ആയിരിക്കും. പിന്നെ 7 to 10, 7, 8, 9, 10 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് 20% സ്കോളർഷിപ്പ് ആയിരിക്കും. പിന്നെ സ്കോളർഷിപ്പ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ 500 രൂപേൻ്റെ ഡിസ്കൗണ്ട് കോഴ്സിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇതേ ക്ലാസ്സിൽ നിങ്ങൾക്ക് മിഷൻ ബാച്ച് നമുക്ക് ക്ലാസ്സുകൾ മാത്രമായിട്ട് നമുക്ക് ഓൺലൈനിലും നമ്മൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ നമുക്ക് കൊടുക്കാം. ഇതേ ക്ലാസ്സുകൾ മാർച്ച് 1 മുതൽ ലൈവായിട്ട് അല്ലെങ്കിൽ റെക്കോർഡറായിട്ട് കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം. അപ്പോൾ ദൂരമായിട്ട് ഇവിടെ വന്ന് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് സ്കോളർഷിപ്പ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ ഓഫ്ലൈനായിട്ട് ഒന്നുമില്ല കേട്ടോ. ഇത്രയാണ് മെയിനായിട്ട് ഡീറ്റെയിൽസ് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. പരീക്ഷേൻ്റെ മുമ്പായിട്ട് നിങ്ങളെ നമ്മൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യും, കൺഫർമേഷൻ കാര്യങ്ങളെ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യും. കാരണം അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി കാര്യങ്ങൾ, എത്ര കുട്ടികൾ ഏകദേശം വരുന്നുണ്ട്, എത്ര കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ റെഡി ആക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് താഴെ കൊടുത്തിരിക്കുന്നത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ ഇതിനെപ്പറ്റി പറയാനുള്ളത് കേട്ടോ. പിന്നെ കോഴ്സിൻ്റെ ഫീ എന്ന് പറഞ്ഞാൽ, കോഴ്സിൻ്റെ ഫീ നമ്മൾ പറഞ്ഞു, നമ്മളൊരു ക്രാഷ് കോഴ്സ് പോലെ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം നീണ്ടും കോഴ്സല്ല, 3 മാസം നീണ്ടു നിൽക്കുന്ന, ആഴ്ചയിൽ 3 ദിവസം ഫുൾ ഡേ ക്ലാസ്സുകളും ഡിസ്കഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റെഗുലർ ബാച്ചിൻ്റെ ഒരു പകുതി, അതാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ 6500 പ്ലസ് GST ആണ് കേട്ടോ. അതിൽ സ്കോളർഷിപ്പ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ ഈ എമൗണ്ടിൽ നിന്നായിരിക്കും ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീ വരുന്നത്. 3 മാസത്തെ കംപ്ലീറ്റ് ഷെഡ്യൂൾ, കൃത്യമായ ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല അതിലുണ്ടാവുക കേട്ടോ, ഞാൻ മാത്രമല്ല, കഴിഞ്ഞ നമ്മുടെ എക്സാമിനെ ക്വാളിഫൈ ആയ നമ്മുടെ ഫാക്കൽറ്റീസ്, കഴിഞ്ഞ നമ്മുടെ റെഗുലർ ബാച്ചിലൊക്കെ ഉണ്ടായിരുന്ന കുട്ടികൾ, സ്റ്റുഡൻസ് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി, SSC മലയാളി ടൂളിൽ എന്ന് പറഞ്ഞാൽ SSCക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ കമ്മ്യൂണിറ്റി എന്നതിന് മുമ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ 100 കണക്കിന് ആളുകൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ട്. അത്യാവശ്യം നല്ല പഠിക്കുന്ന കുട്ടികളായാലും നിങ്ങളെ നല്ല ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ റിസൾട്ടൊക്കെ വരാൻ കിടക്കുന്നേ SSC മലയാളിൻ്റെ പുതിയ SSC മലയാളിൻ്റെ ആദ്യത്തെ റിസൾട്ടൊക്കെ ഈ വരുന്ന നമുക്കൊരു 1 മന്തിൻ്റെ ഉള്ളിലൊക്കെ റിസൾട്ട് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് Tier 2. അപ്പോൾ റിസൾട്ട് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം SSC മലയാളി പല ആളുകളെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കേരളത്തിൽ SSC കുട്ടികളെ പഠിക്കാൻ വേണ്ടി എത്രത്തോളം നമ്മുടെ SSC മലയാളി എന്ന് പറഞ്ഞ ഈ ഒരു ടീം, ഞാൻ ഒറ്റക്കല്ല, ഈ ഒരു ടീം എത്രത്തോളം കുട്ടികളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു 1-1.5 മാസത്തിനുള്ള റിസൾട്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും പറയാത്ത, കാരണം നമ്മൾ പല ആളുകളുടെ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എങ്ങനെയൊക്കെയാണ് മാർക്ക് മാറുന്നത് മറ്റൊന്നും അറിയില്ല. എന്നാലും നല്ല ടോപ്പ് റാങ്കിലെത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ SSC മലയാളിയിൽ അത്യാവശ്യം നല്ല മാർക്കോട് കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്യുക. അപ്പോൾ അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾക്കും ഒരു റാങ്ക് ലിസ്റ്റിൽ കയറണം, നിങ്ങൾക്കും നല്ലൊരു ഇതുപോലെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ജൂണിൽ ജൂലൈയിൽ പരീക്ഷയാണ്. ഒരു ഒക്ടോബറിൽ Tier 2 മെയിൻസ് പരീക്ഷയും വരും. മാക്സിമം പോയ 2-3 മന്ത്സ് കൊണ്ട് അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾക്കും ഒരു റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റും. അതിനുള്ള കാലിബർ എല്ലാം നിങ്ങൾക്കുണ്ട്. നിങ്ങളതിന് കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. താഴെയുള്ള എന്ത് ചെയ്യുക, ഗൂഗിൾ ഫോം പോയിട്ട് ഫില്ല് ചെയ്യുക. കംപ്ലീറ്റ് അതിൽ കൊടുത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുക. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ, ഈ കാണുന്ന 2 നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇവർ നിങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തരും. പിന്നെ പരമാവധി വിളിക്കുമ്പോൾ ഡേ ടൈമിൽ വിളിക്കാൻ ശ്രമിക്കുക കേട്ടോ. നൈറ്റിൽ വിളിക്കരുന്നില്ല, അത്യാവശ്യമാണെങ്കിൽ മാത്രം നൈറ്റ് ടൈമിൽ വാട്സാപ്പിലോ കാര്യങ്ങൾ മെസ്സേജ് അയക്കുക. ഡേ ടൈമിൽ, അതായത് വീക്ക് ഡേയ്സിൽ, സൺഡേ വെച്ച് ബാക്കിയുള്ള വീക്ക് ഡേയ്സിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ നമ്പറിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ എപ്പോൾ വിളിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞു, ഒന്നും കൂടി ഊന്നി പറയുന്നു, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യരുത്. കാരണം നിങ്ങൾ ജോയിൻ ചെയ്യണം, നിങ്ങൾ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, നല്ലൊരു റെഗുലർ ബാച്ച് നോക്കി നടക്കുകയാണെങ്കിൽ നമ്മുടെ SSC മലയാളിയുടെ റെഗുലർ ബാച്ച് കഴിഞ്ഞ ആഴ്ച ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 3 days ക്ലാസ്സുകളാണ് കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാം കംപ്ലീറ്റ്. അതിന് നിങ്ങൾ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ കൂടെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ക്ലാസ്സും കൂടി കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് 2-3 ക്ലാസ് മിസ്സായി പോയാലും അതിൻ്റെ റെക്കോർഡിങ്സും നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ക്ലാസ് മിസ്സാകുന്ന ആലോചിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട.
ഇനിയിപ്പോൾ ആ ഓഫ്ലൈൻ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടെ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്രാവശ്യം എക്സാം എഴുതാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും ഇപ്രാവശ്യത്തെ CGL എക്സാം എഴുതാൻ പറ്റും. അത് നല്ലൊരു അറ്റംപ്റ്റ് നിങ്ങൾക്ക് ഇപ്രാവശ്യം തന്നെ കൊടുക്കാൻ പറ്റും. വെറുതെ ഒരു വർഷം വേസ്റ്റ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഓഗസ്റ്റ് 1 മുമ്പ് നിങ്ങളുടെ ഫൈനൽ ഇയർ റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഡിഗ്രി CGL എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തേക്ക് ഞാൻ എലിജിബിൾ അല്ല, കാരണം എൻ്റെ പരീക്ഷ കഴിയുമ്പോഴേക്കും മാർച്ച് ഏപ്രിലാവും. കാരണം ഏപ്രിലിൽ നോട്ടിഫിക്കേഷൻ വരെ എനിക്ക് എഴുതാൻ പറ്റുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും ഇപ്രാവശ്യം CGL പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് അധികം ആളുകൾ കണ്ടിട്ടൊന്നുമില്ല. വെറും 1000-1500 ആളുകളെ കണ്ടിട്ടുള്ളൂ. പക്ഷേ നിങ്ങളൊന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സ്, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് കൊടുക്കുക. കാരണം ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ച മിഷൻ ബാച്ചിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. മാർച്ച് 1 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുമ്പ് ഫെബ്രുവരി 16 സ്കോളർഷിപ്പ് ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ താഴെ കൊടുത്തിട്ട് ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. ഓക്കെ, കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്